ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇവിടെ ഈ ആശ്രമത്തിൽ പരംപൂജ്യ സ്വാമിജിയുടെ സാന്നിധ്യത്തിൽ ഈ ഭക്തസമ്മേളനം നടക്കുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ എങ്ങനെ ഭക്തർക്ക് സാധനാമാർഗത്തിൽ മുന്നോട്ട് പോകാനുള്ള ഉപദേശങ്ങൾ തരുന്നു എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് പറയാനാണ് പൂജ്യസ്വാമിജി ആവശ്യപ്പെട്ടത്. നേരത്തെ ഇവിടെ ഈയൊരു സഭയുടെ ആരംഭത്തിൽ ശ്രവണമധുരമായ ഒരു കീർത്തനം ആലപിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. അതിലൊരൊറ്റ വാക്ക്, ഒരു വാക്യം സ്വീയ സുജീവിത വ്യാഖ്യാത വേദ എന്ന്. ആ ഒരൊറ്റ വാക്ക് നോക്കിയാൽ മതി ഈ ഒരു വിഷയം മനസ്സിലാക്കാൻ. സ്വീയ സുജീവിത വ്യാഖ്യാത വേദ. സ്വന്തം സുജീവിതം കൊണ്ട് വേദത്തെ വ്യാഖ്യാനിച്ച ഭഗവാന് ശ്രീരാമകൃഷ്ണദേവന് എൻ്റെ നമസ്കാരം എന്നാണ് അതിൻ്റെ പൂർണ്ണമായി അന്വയിക്കേണ്ടത്. സ്വന്തം ജീവിതം കൊണ്ട് വേദത്തെ വ്യാഖ്യാനിക്കുക, വാക്കുകളിലൂടെയല്ല. അതിൽ വാക്കുകൾ വരും, അതിൽ പ്രവൃത്തികൾ വരും. നമുക്ക് ലബ്ധമായിട്ടുള്ള ശ്രീരാമകൃഷ്ണദേവൻ്റെ ഉപദേശങ്ങളും അവിടുത്തെ ജീവചരിത്രവും ശ്രദ്ധിച്ച് ഒരു വിദ്യാർത്ഥി പഠിക്കുകയാണെങ്കിൽ അഥവാ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം ലഭിക്കും. അവൻ ഏത് സാധനാമാർഗത്തിൽ പോകുന്നു എന്നുള്ളതല്ല, ശ്രവണ മനന നിധിധ്യാസ ലക്ഷണമായ ജ്ഞാനസാധനാമാർഗത്തിൽ നീങ്ങുന്നവനാകട്ടെ, ശ്രവണ കീർത്തന സ്മരണ പാദസേവന അർച്ചനാദി ഭക്തിവിധാനത്തിൽ പോകുന്ന ആളാവട്ടെ, നിഷ്കാമ കർമാചരണം ചെയ്തുകൊണ്ട് കർമ്മയോഗ മാർഗത്തെ അവലംബിക്കുന്ന സാധകനാകട്ടെ, ഇനി യമനിയമാദി സാധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന യോഗ സാധകനാവട്ടെ, ഏത് മാർഗത്തിൽ നീങ്ങുന്ന ആളായാലും, ഇനി ഇതൊന്നുമില്ല, എനിക്കിത്തരം സാധനാക്രമങ്ങളുടെ അനുശീലനമൊന്നുമില്ല, ഞാൻ ലോകത്തിൽ ധാർമ്മികമായി ജീവിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ, അയാളാവട്ടെ എല്ലാവർക്കും വേണ്ടതെല്ലാം ലഭിക്കും. ഒന്ന് ശ്രദ്ധിച്ചതിൽ നിന്ന് സ്വീകരിക്കണമെന്ന് മാത്രം ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതത്തിൽ നിന്ന്. ഇവിടെ ലബ്ധമായ ഉപദേശങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. നമുക്ക് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഉപദേശങ്ങൾ പ്രധാനമായി ലഭിക്കുന്നത് രണ്ട് സ്രോതസ്സുകളിലൂടെയാണ്. ഒന്ന്
അവിടുത്തെ നേരിട്ടുള്ള ശിഷ്യന്മാരുടെ പിൽക്കാലത്ത് സന്യാസിമാരായി തീർന്ന ശിഷ്യരുടെ പ്രഭാഷണങ്ങളിലും ലേഖനങ്ങളിലും മറ്റുമുള്ള ഉദ്ധരണികളിലൂടെയും മറ്റ് പരാമർശങ്ങളിലൂടെയും. മറ്റൊന്ന്, ഏറ്റവും പ്രധാന സ്രോതസ്സ് ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ നിന്ന്. ഈ വചനാമൃതം വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിൽ പ്രായേണ വിദ്യാലയത്തിന് ഒഴിവുണ്ടായിരുന്ന 2 ദിവസങ്ങളിൽ മഹേന്ദ്രനാഥഗുപ്തൻ മാസ്റ്റർ മഹാശയൻ ശ്രീരാമകൃഷ്ണദേവനെ സന്ദർശിക്കുമ്പോൾ കേട്ടത് എഴുതിയെടുത്തതാണ്. അത് പ്രായേണ ഗൃഹസ്ഥ ഭക്തർക്കും സാമാന്യ ഭക്തന്മാർക്കും സജ്ജനങ്ങൾക്കും വേണ്ടിയുള്ള ഉപദേശങ്ങളാണ്. അതിൽ അവിടുത്തെ ഗൂഢങ്ങളായ ഉപദേശങ്ങളേറെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വയ്യ. കാരണം ഗൂഢങ്ങളായ ഉപദേശങ്ങളൊക്കെ തന്നെ അധികാരി ഭേദം കൽപ്പിച്ചുകൊണ്ട് തൻ്റെ അന്തരംഗ ശിഷ്യന്മാർക്ക് നൽകപ്പെട്ടതാണ്. അത് നമുക്ക് വചനാമൃതത്തിൽ ലഭിക്കില്ല. അത് പിന്നീട് സന്യാസിമാരായി തീർന്ന മഹാപുരുഷന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നേ ലഭിക്കും. അപ്പം ഇവിടെ പറയാനുള്ളത് ഇത്ര മാത്രം. ഇത് രണ്ടിൻ്റെയും നല്ലപോലെയുള്ള അധ്യയനം നമ്മുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ. സുലളിതങ്ങളായ ദൃഷ്ടാന്തങ്ങളിലൂടെ, ഏതൊരു കൊച്ചുകുട്ടിക്കും ഗ്രഹിക്കാൻ കഴിയുന്ന ദൃഷ്ടാന്തങ്ങളിലൂടെ സാമാന്യ ജനങ്ങളോട് സംസാരിച്ചു വചനാമൃതത്തിലൂടെ. മറ്റത് നമുക്കറിയില്ല. മറ്റത് മഹാപുരുഷന്മാർ അവരുൾക്കൊണ്ടതിനെ നമുക്ക് തന്നതാ. ഈ 2 സാഹിത്യ വിഭാഗവും നല്ലപോലെ ശ്രദ്ധിക്കണമേ എന്ന് ഇവിടെ കൂടിയ സജ്ജനങ്ങളോട് പറയുക ചെയ്യണത്. കാരണം ഏത് മാർഗത്തിൽ സഞ്ചരിക്കുന്നവനായാലും അത് ഈ മാർഗഭേദം കൽപ്പിക്കണതൊക്കെ വിദ്യാർത്ഥിക്ക് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഭക്തിയോഗം വേറെ, കർമ്മയോഗം വേറെ, ജ്ഞാനയോഗം വേറെ എന്നൊന്നുമില്ല. അത് നമുക്ക് സൂക്ഷ്മ പരിശോധനയിൽ മനസ്സിലാവും. ഭക്തിയില്ലാത്ത ആൾക്ക് എങ്ങനെയാണ് കർമ്മയോഗം സാധിക്കുക? കാരണം കർമ്മയോഗം ഫലകാംക്ഷയില്ലാതെ കർമ്മം ചെയ്യുന്നതാണെന്ന് പ്രസംഗിക്കാൻ കൊള്ളാം. ഒന്നുകൂടി പറയാം, ഫലകാംക്ഷയില്ലാതെ കർമ്മം ചെയ്യുന്നതാണ് എന്ന് പ്രസംഗിക്കാൻ കൊള്ളാം. കാരണം കർമ്മം ചെയ്യുമ്പോൾ ഫലകാംക്ഷ സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ കർമ്മയോഗം നേടാനുള്ള ഉപായം എന്താ? ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യണമെങ്കിലോ ഭക്തി നിർബന്ധമാണ്. ഭക്തി ഉണ്ടെങ്കിലേ സാധിക്കൂ. ഇനി ഭക്തിയുടെ ലക്ഷണം എന്താ? തദർപ്പിത അഖിലാചാരത തദ്വിസ്മരണേ പരമവ്യാകുലതാച്ച. എന്തെന്ത് ചെയ്യുന്നുണ്ടോ അത് ഈശ്വരാർപ്പണ ഭാവത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ഭക്തിയുടെ ലക്ഷണം. അപ്പോൾ ഭക്തിയും കർമ്മയോഗം ഒന്നായില്ലേ? ഇനി നമ്മൾ ശ്രവണ മനന നിധിധ്യാസ ലക്ഷണമായ മാർഗത്തിലൂടെ പോവുകയാണോ? അവിടെ ഉപനിഷത്ത് വ്യക്തമായി പറഞ്ഞു തരും. യസ്യ ദേവേ പരാഭക്തി യഥാ ദേവേ തഥാ ഗുരൗ തസ്യൈതേ കഥിതാ ഹ്യർത്ഥ പ്രകാശത്തെ മഹാത്മന എന്ന്. ആർക്കാണോ ഈശ്വരനിലും ഗുരുവിലും ഉറച്ച ഭക്തിയുള്ളത് അയാൾക്ക് മാത്രമേ ഈ ഉപനിഷത്ത് പ്രതിപാദിതങ്ങളായവ പ്രകാശിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ ഭക്തിരഹിതമായി ജ്ഞാനമുണ്ടോ? ഇല്ല. ജ്ഞാനരഹിതമായി ഭക്തിയുണ്ടോ? അതെന്തെങ്കിലും കാട്ടിക്കൂട്ടലുകളോ അല്ലെങ്കിൽ ചില ദുരാചാര പ്രകടനങ്ങളൊക്കെയായി മാറിയേക്കാം. അപ്പം ഇതെല്ലാം സൂക്ഷ്മ പരിശോധനയിൽ ഒന്നാണ്. വിദ്യാർത്ഥി പഠിക്കാൻ വേണ്ടി വേർതിരിച്ച് മനസ്സിലാക്കുന്നു എന്ന് മാത്രം. ഇത് ഏത് മാർഗത്തിൽ പോകുന്ന ആളായാലും അതിൻ്റെ എല്ലാം അടിത്തറയായി നിൽക്കുന്നത് ധർമ്മമാണ്. ധർമ്മത്തിൻ്റെ അടിത്തറയിൽ, ധർമ്മമാകുന്ന അടിത്തറയിൽ ഇരുന്നു കൊണ്ടാണ് എല്ലാ സാധനകളും നമ്മൾ അനുഷ്ഠിക്കുന്നത് അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ടത്. ഈ ധർമ്മത്തിൻ്റെ മൂലമേതാ? നിസ്സംശയം നമുക്ക് പറയാം, വേദോഖിലോ ധർമ്മമൂലം. വേദമാണ് ധർമ്മത്തിൻ്റെ മൂലം. ആ വേദത്തെ
ധർമ്മമൂലമായ വേദത്തെ സ്വന്തം ജീവിതത്തിലൂടെ വ്യാഖ്യാനിക്കുകയാണ് ശ്രീരാമകൃഷ്ണദേവൻ നമ്മുടെ മുമ്പിൽ ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ എല്ലാ സാധനകളുടെയും പൂർണ്ണമായ ആവിഷ്കാരം ഒരു വിദ്യാർത്ഥിക്ക് ആ ജീവിതത്തിൽ ലഭിക്കും. സമ്പൂർണ്ണ സമർപ്പണം, ക്രമികമായി പരാഭക്തിയിലേക്കുള്ള ഉയർച്ച എങ്ങനെ, ആ പരാഭക്തിയിലേക്കുള്ള ഉയർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ സാധകനുണ്ടാവുന്ന അല്ലെങ്കിൽ സാധകൻ അഭിമുഖീകരിക്കേണ്ടുന്ന പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളെ മുഴുവൻ അചഞ്ചലമായ ഭക്തി കൊണ്ട് എങ്ങനെ ജയിക്കാൻ സാധിക്കും? ഇതിൽ ശ്രീരാമകൃഷ്ണൻ്റെ സാധന പോലെ മറ്റൊരു നിദർശനം വേറെ നമുക്ക് ലഭിക്കില്ല. അവിടുത്തെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോകൂ. നമുക്ക് അവിടുന്ന് പിന്നീട് സഹജമായി തീർന്ന, പിന്നീട് സിദ്ധാവസ്ഥയിൽ അവിടെ സഹജമായി ഭാവസമാധിയുടെ ഒരു നേർദർശനം, ഏതുപോലെയുള്ള നേർദർശനം എന്ന് ചോദിച്ചാൽ അതിവിദൂരമായ ഹിമാലയത്തിൻ്റെ ഒരു ശൃംഗം, അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗുരുനാഥൻ ശിഷ്യനോട് പറയുകയാണ്, നമുക്ക് അവിടെയാണ് എത്തിച്ചേരാനുള്ളത് കേട്ടോ, അതാണ് ലക്ഷ്യം, അതിൽ നിന്നൊരു ഇഞ്ച് പോലും മാറാൻ വയ്യ, ഉറച്ച് മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചോളൂ. അത് കഴിഞ്ഞ് അവർ പല വഴികളിലൂടെ പോവുകയാണ്. ആ സഞ്ചരിക്കുന്ന സന്ദർഭങ്ങളിലൊന്നും ആ ഹിമാലയത്തിൻ്റെ കൊടുമുടി കാണില്ല, കാരണം പല വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആ സഞ്ചരിക്കുന്ന മാർഗത്തിൽ പല അനുകൂലതകളും വന്നു ചേരും, പ്രലോഭനങ്ങൾ മാടി വിളിക്കും, സിദ്ധികളുടെ പ്രവാഹം തന്നെ വന്നു ചേരും, പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. പക്ഷേ ആ ലക്ഷ്യം ഉറച്ച ഒരാൾക്ക് ഒരു വ്യതിചലനവുമില്ലാതെ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയും. ഇതെന്തിനിവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, പിന്നീട് ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതത്തിൽ അവിടെ സഹജമായ സിദ്ധാവസ്ഥയിൽ നമ്മൾ കാണുന്ന ഭാവസമാധിയുടെ ഒരു ചൂണ്ടിക്കാണിക്കൽ കൊച്ചു കുഞ്ഞാവുമ്പോൾ അവിടുത്തെ ജീവിതത്തിലുണ്ടായി. അന്നതിൻ്റെ ചുരുളുകൾ അവിടുന്ന് അഴിച്ചിട്ടില്ല. നീലാകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത്യന്തം ശുഭ്രവർണ്ണമുള്ള പക്ഷികൾ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ ആ കാഴ്ച അചലമായ അടിസ്ഥാനത്തിൽ എങ്ങനെ ചലമായ സമ്പൂർണ്ണ പ്രപഞ്ചവും ഈശ്വര ജീവഭേദവും ഒക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയിലേക്ക് ആ ബാലനെ, ഗദാധരനെ നയിച്ച സമയത്ത് പിന്നീട് ഏതൊരു സമാധി സഹജമായി തീർന്നോ അതിൻ്റെ ഒരു ചൂണ്ടിക്കാണിക്കലല്ലേ ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് നമുക്ക് കാണാം സൂക്ഷ്മ സാധനകളിലേക്ക് പ്രവേശിക്കുന്ന, ഈ ലോകത്തിലെ ഭൗതികമായി എന്തെന്തെല്ലാം ശ്രേഷ്ഠമായി മാനിക്കുന്നു അതിനെ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് പരമമായ ആ സത്യാന്വേഷണത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുന്ന ആ സാധകനെ എന്തിനാണ് ആ സാധകഭാവം കാണിച്ചത്? അവിടെ തൻ്റെ ഗീതോപദേശത്തിൽ ഭഗവാൻ പറയുന്ന വളരെ ശ്രദ്ധേയമായൊരു വാക്യമുണ്ട്. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്തയേവച കർമ്മണി. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, യദി ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിത മമ വർത്തമാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ എന്ന്. താത്പര്യം, എനിക്ക് 3 ലോകത്തിലും കർത്തവ്യമൊന്നുമില്ല, നേടേണ്ടതൊന്നുമില്ല, നേടാത്തതുമില്ല. പക്ഷേ ഞാൻ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിന്? ലോകത്തിന് മാതൃക കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഈ സാധകന് മാതൃകാ പ്രദർശനമാണ് പിന്നീട് നമ്മൾ കാണുന്ന ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതം മുഴുവൻ തന്നെ. ഓരോ ഘട്ടവും ഒരു സാധകൻ്റെ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് പറയണമെങ്കിൽ 2-3 മണിക്കൂർ നമുക്ക് ഒത്തുകൂടേണ്ടി വരും അവിടുത്തെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ. പക്ഷേ അചഞ്ചലമായ ശ്രദ്ധയോടെ ഭക്തിയോടെ എങ്ങനെ അവിടത്തേക്ക് ഒരു സിദ്ധികളും താത്പര്യം ഉണ്ടായിരുന്നില്ല.
എത്ര സിദ്ധികൾ വാങ്ങിച്ചാൽ കരഗതമാകും. കാരണം ഭവതാരിണിയെ ഉപാസിച്ച് ആ ഭവതാരിണിയുടെ സ്വാത്മഭാവം നേടിക്കഴിഞ്ഞൊരു മഹാന് സകല സിദ്ധികളും സ്വാധീനമാണ്. ഒന്നുപോലും പ്രദർശിപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ച് സാധകനെ ഭക്തിമാർഗത്തിലൂടെ ആനയിക്കുക ചെയ്തത്. അവിടുന്ന് അങ്ങോട്ട് നോക്കൂ, ബാഹ്യങ്ങളായ എന്തെല്ലാം പരീക്ഷണങ്ങൾ, ഓരോന്നും എങ്ങനെയാണ് സാധകൻ ജയിക്കേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തരിക ചെയ്യണത്. ചിന്തിക്കുക. ഏതുവരെ എത്രമാത്രം ആ പരമസത്യസാക്ഷാത്കാരത്തിനുള്ളതായ ഇച്ഛാബലം നമുക്കുള്ളിൽ വേണം എന്നുള്ളത് പ്രദർശിപ്പിക്കാൻ എന്നോണമല്ലേ അവിടുത്തെ ദർശനം സിദ്ധമാകുന്നില്ലെങ്കിൽ എനിക്ക് ശരീരം തന്നെ വേണ്ട എന്നുള്ളൊരു നിശ്ചയത്തിലേക്ക് അവിടുന്ന് എത്തിച്ചേർന്നത്. ആ സമയത്ത് സുസ്പഷ്ടമായി തൻ്റെ മുമ്പിൽ പ്രകടമായി തീർന്ന ആ ദിവ്യഭാവത്തെ അവിടുന്ന് സാക്ഷാത്കരിച്ചതായി നമ്മെ അറിയിച്ചത്. ആ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോവുക. എന്തെന്ത് ആവശ്യമുണ്ടോ, എന്തെന്ത് സങ്കല്പിക്കുന്നോ അത് മുഴുവൻ നൽകാൻ ആളുണ്ട്. അന്ന് ബംഗാളത്തിൽ തന്നെ ഏറ്റവും സമ്പന്നതയുള്ള വ്യക്തി തനിക്ക് എന്ത് സേവ ചെയ്യാനും സ്വാധീനമാണ്. പക്ഷേ അവിടുന്ന് പാരമാർത്ഥികമായ സന്യാസത്തിൻ്റെ, പാരമാർത്ഥിക സന്യാസം കാഷായധാരണമല്ല, പാരമാർത്ഥിക സന്യാസം നാമത്തിലുള്ള ഭേദം വരുത്തലല്ല, മറിച്ച് പാരമാർത്ഥിക സന്യാസം അതിലുറച്ചവിടുന്ന് കഴിഞ്ഞ് സാധകൻ ഇതിൽ പരം എന്ത് മാർഗദർശനം ലഭിക്കാനാ? ചിന്തിച്ചു നോക്കൂ. ആ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുകയുണ്ടോ? ആ കടന്നു പോകുന്നതിനുള്ള രണ്ട് സ്രോതസ്സുകളാണ് നേരത്തെ പറഞ്ഞത്. സർവോപരി അനേക സാധനാമാർഗങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ നയിക്കുന്നു എന്നുള്ളത് പ്രസംഗിക്കുകയല്ല, മറിച്ച് സ്വസാധനയിലൂടെ അനുവർത്തിച്ച് നമുക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓരോ വാക്കും ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു. പിന്നീട് സ്വാമിജി തൻ്റെ പ്രസംഗങ്ങളിൽ ആവർത്തിച്ചു, ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു എൻ്റെ ഗുരുനാഥൻ തന്ന ശബ്ദങ്ങളുടെ നിങ്ങളോട് വിപുലമായി നിങ്ങളുടെ ഭാഷയിൽ പറയുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നതെന്ന്. ആ അനുഭവസിദ്ധമായ അനുഭൂതി ദശ അതിലേക്ക് അവിടുന്ന് എത്തിച്ചേർന്നിട്ടോ എത്രമാത്രം ആ നിസ്പൃഹ ഭാവത്തെ കാണിച്ചു എന്നുള്ളത്. ഈ എല്ലാ അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നു പോയാലും ഭൗതികമായ ശരീരം സ്വീകരിച്ചാൽ അതിന് തീർച്ചയായിട്ടും രോഗാദി ഭാവങ്ങളുണ്ടാവും, ആർക്കായാലും ഉണ്ടാവും. പഞ്ചഭൗതികമായ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദോഷയുക്തമായ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും രോഗാദി ക്ലേശങ്ങളുണ്ടാവും. ആ രോഗാദി ക്ലേശങ്ങൾ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ കൃപയൊന്ന് നോക്കൂ. പലപ്പോഴും വേദനയും മറ്റും അനുഭവിച്ച് അഭിനയിച്ച് പുറമേന്ന് വന്നവരൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ അന്തരംഗ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി സൂക്ഷ്മ തത്വങ്ങളെ ഉപദേശിക്കുന്ന ആ ഒരു ഭാവം. അപ്പോഴും തനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചില്ല. അവിടുന്ന് ഭവതാരിണിയോട് ഒന്ന് ചോദിച്ചാൽ പോരെ, ഇതെല്ലാം അങ്ങേക്ക് മാറില്ലേ എന്ന് ശിഷ്യന്മാർ ചോദിച്ചില്ലേ? അതിനവിടുന്ന് എന്ത് പ്രതികരിച്ചു? ചിന്തിക്കുക. ഇപ്പം പറഞ്ഞത് ഇത്ര മാത്രം. ഒരു സാധകന് തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം വേണോ അത് മുഴുവൻ സ്വജീവിതത്തിലൂടെ കാണിച്ചു തന്ന് സ്വയം കൃതാർത്ഥനായി ഇരിക്കുമ്പോഴും ലോകാനുഗ്രഹം ചെയ്ത്, ആ ലോകാനുഗ്രഹത്തിൻ്റെ ഭാവം തൈത്തിരീയ ഉപനിഷത്തിൽ നമുക്ക് കാണാവുന്നൊരു ആശയമുണ്ട്. നിഷ്കിഞ്ചനായ നിഷ്കാമനായ ഋഷി പ്രാർത്ഥിക്കുക, എനിക്ക് പണം വേണം, എനിക്ക് പേരും പ്രശസ്തിയും വേണം, എനിക്ക് ധാരാളം വസ്ത്രങ്ങൾ വേണം, എനിക്ക് കമ്പിളി വസ്ത്രം വേണം, എനിക്ക് പശുക്കൾ വേണം, രോമുണ്ടാവുന്ന പശുക്കളും വേണം എന്നൊക്കെ. എന്തിനാ? തൻ്റെ അടുത്തേക്ക്
ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ജിജ്ഞാസുക്കളായവർ വന്നു ചേരട്ടെ. അവരിലൂടെ ഈ പ്രകാശം ലോകത്തിൽ പ്രസരിക്കട്ടെ എന്നുള്ള സങ്കല്പമാണ്. ഇതിൻ്റെ പുനരാഖ്യാനം നമുക്ക് ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതത്തിൽ കാണാം. അവിടുന്ന് മട്ടുപ്പാവിലേക്ക് കയറി എന്താ നിങ്ങളാരും വരാത്തെ എന്ന് വിളിച്ച് ചോദിക്കുന്ന ആ ഒരു തലം, അതിൽ പരം ലോകാനുഗ്രഹത്തിൻ്റെ ഭാവം എന്താ നമുക്ക് കാണാൻ കഴിയുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരെയാ വിളിക്കുന്നേ? ഈ നിധിയെ കൈമാറാനുള്ള, ഈ പ്രകാശത്തെ ലോകത്തിൽ പ്രസരിപ്പിക്കാനുള്ള ശിഷ്യന്മാരെയാ വിളിക്കുന്ന, ആഹ്വാനം ചെയ്യുന്നത്. ആർക്കു വേണ്ടി? വലിയ ഗുരുനാഥൻ ചമയാന. അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, സ്വയം പൂർണ്ണതയിൽ തൻ്റെ ആനന്ദഭാവത്തിൽ വിരാജിക്കുമ്പോഴും സകല സാധനാമാർഗങ്ങളിലൂടെയും സഞ്ചരിച്ച് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എങ്ങനെ എത്തിച്ചേരണമെന്നുള്ള സാധന ഉപദേശമാണ് അവിടുത്തെ ജീവിതത്തിലെ ഓരോ സന്ദർഭവും. അത് വ്യക്തമായി അവിടുത്തെ നേരത്തെ സൂചിപ്പിച്ച 2 സ്രോതസ്സുകളിലൂടെ ആ ജീവിതത്തെ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. ആ ഒരു അനുസന്ധാനം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ തന്നെ കൃപ കൊണ്ട് നമുക്കത് ബോധിക്കാനും സാധിക്കും. അല്ലാതെ പുസ്തകം വായിച്ചിട്ടത് മനസ്സിലാക്കാം എന്ന് നമ്മൾ വിചാരിക്കേണ്ട. ആ ഒരു കൃപ കൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ അത് പ്രകടമായി തീരുമെന്നേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. ഈ ഒരു വേദിയിൽ വരിക, ഈ ഒരു അനുഗ്രഹ സാന്നിധ്യത്തിൽ പങ്കുചേരുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതിൽ വേറൊരു തെറ്റും കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. പരംപൂജ്യ സ്വാമിജിയൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞാൽ അത് സമ്പ്രദായപ്രകാരം തെറ്റാ. ഒരു രക്ഷയില്ല. ഇന്ന് ഇവിടെ 10 മണിക്ക് ഏറ്റു, അതേ 10 മണിക്ക് തൃശ്ശൂരും ഏറ്റു. അവരോടൊക്കെ പറഞ്ഞ് 4 മണി ആക്കിച്ചിട്ടുണ്ട്. അപ്പോൾ 4 മണിക്ക് തൃശ്ശൂർ എത്തണമെങ്കിൽ ഇനി ഇവിടുന്ന് പോവാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഒരു അറിഞ്ഞും കൊണ്ട് അരുതാത്തത് ചെയ്യേണ്ടി വന്നിരിക്കുക. എല്ലാവരോടും പ്രത്യേകിച്ച് പറയട്ടെ. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, ഈ 2 സ്രോതസ്സുകൾ, ഒന്ന് വചനാമൃതം, ദിവസവും ഒരു വ്രതാക്കുക. ഒരു 15 മിനിറ്റെങ്കിലും ഞാൻ വായിക്കും. ഒരു പ്രതിജ്ഞ നമുക്ക് ചെയ്തുകൂടെ? നിങ്ങൾ ചെയ്യുന്നുണ്ടാവുമായിരിക്കാം. പക്ഷേ ഒന്നങ്ങോട്ട് ഉറപ്പിക്കുക, ദിവസം ഞാൻ കുറച്ച് വായിക്കും. 2, ആ സോഴ്സ് മാത്രം പോരാ. സൂക്ഷ്മ ഉപദേശങ്ങൾ മനസ്സിലാക്കാൻ പിന്നീട് സന്യാസിമാരായി തീർന്ന മഹാത്മാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അതൊക്കെ ഇന്ന് സമാഹൃതങ്ങളായിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ തർജ്ജമ ഉണ്ടോയെന്ന് അറിയില്ല. ഏതായാലും എല്ലാ സന്യാസി ശിഷ്യന്മാരും അവർ ഈശ്വരൻ്റെ കൂടെ ജീവിച്ചു, ഈശ്വരൻ അവരുടെ കൂടെ ജീവിച്ചു എന്നീ 2 ഗ്രന്ഥങ്ങൾ അതിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച സൂക്ഷ്മ ഉപദേശങ്ങൾ നമുക്ക് ലഭിക്കും. ഇത് 2ഉം ഉൾക്കൊള്ളാൻ ശ്രമിച്ച് ദേ ലിവ്ഡ് വിത്ത് ഗോഡ്, അല്ലേ? ഗോഡ് ലിവ്ഡ് വിത്ത് ദം. അതിൻ്റെ ഇംഗ്ലീഷ് അറിയുന്നവർ ഇംഗ്ലീഷ് തന്നെ, അല്ലാത്തവർ മലയാളത്തിൽ ഉണ്ടെങ്കിൽ ഇത് ഇത്രയും വായിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണൊരു സാധകന് വേണ്ട മാർഗനിദർശനം എന്നുള്ളത് സുസ്പഷ്ടമായി നമുക്ക് ഗ്രന്ഥാകാരത്തിൽ ലഭിക്കും. അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് പണ്ഡിതരത്നമൊക്കെ ആയി നടക്കാമെന്ന് മാത്രം. പണ്ഡിതരത്നം സ്വാമി ചിദാനന്ദപുരി. പക്ഷെ ആ കൃപ കൊണ്ട് ആന്തരിക ഭാവം കൂടി മെല്ലെ അങ്ങോട്ട് ഹൃദയത്തിലാക്കി എടുക്കണം എന്ന് മാത്രമേ പറയണുള്ളൂ. വേറെ ഇവിടെ ദീർഘമായിട്ടൊരു ഭാഷണത്തിലേക്കും പോകുന്നില്ല. എല്ലാവർക്കും നമസ്കാരം.